ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമുക്കെല്ലാവർക്കും കൂടെ ഇവിടെ കൂടാം. മനസ്സിന്റെ വിഷമൊക്കെ കുറഞ്ഞിട്ട് വീട്ടിലേക്ക് പോയാ മതി. പിന്നെ എന്ന് വെച്ച ഇത് സത്രമല്ലേ, ഏത് വഴിപോക്കിനും വന്ന് നിരങ്ങാൻ. അവിടെ എന്തായെന്നൊന്നും അറിയില്ലല്ലോ. ശേഖരനൊന്ന് വിളിച്ചാലോ? എന്തായി ശേഖര അവിടെ? പ്രശ്നം പരിഹരിക്കപ്പെട്ടു കേട്ട. പരസ്പരമുള്ള അവരുടെ തെറ്റിദ്ധാരണകൾ മാറിയെന്ന് രാജു പറഞ്ഞത്. എന്തായാലും പ്രോബ്ലമൊക്കെ സോൾവ് ആയല്ലോ. ഏട്ടാ, പ്രോബ്ലമൊക്കെ സോൾവായി. എന്നാലും ഈ രുക്മിണിയും മകനൊക്കെ എന്ത് മനുഷ്യരായിട്ടാ. രുക്മിണിയൊക്കെ അങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കൊള്ള പലിശയ്ക്ക് പണം കടം കൊടുത്ത് ജീവിക്കുന്നവരല്ലേ അവര്. അവർക്കൊക്കെ മനുഷ്യപ്പറ്റേ ഉണ്ടാവില്ല. എന്നാലും ഇങ്ങനെയുണ്ടോ? വേണുവേട്ടനും രാജുവിനൊക്കെ ചേർന്ന ബന്ധമാണോ ഇത്? ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് ഫലം? അതൊക്കെ അവരുടെ വിധി. നീശല്ല. ശരി ഏട്ടാ. ഞാൻ കണ്ട ഏറ്റവും വലിയ വിഷം എന്റെ ചേച്ചി അംബികയായിരുന്നു. അംബികയും കടത്തി വെട്ടിയ രുക്മിണി. ഇവരെയൊക്കെ ദൈവം ഇങ്ങനെ വെറുതെ വിടുന്നത് എന്താ? മകളോടുള്ള വൈരാഗ്യം കൊണ്ടാണോ അതോ മരുമകനോടുള്ള വൈരാഗ്യം കൊണ്ടാണോ ഗർഭസ്ഥ ശിശുവിനെ കൊന്നത്? എന്തൊക്കെയാ പറയുന്നത്? നിങ്ങളൊക്കെ മാറുന്നേ. അബോഷന് കാരണമായ ഉണ്ണിയപ്പത്തിലുണ്ടായിരുന്ന കെമിക്കൽ ഏതാണെന്നൊന്ന് പറയാമോ? എന്ത് മര്യാദയാണ് ഈ പറയുന്നത്? ഞങ്ങൾ മാധ്യമക്കാരാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ഇടപെടും. അതിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധിയായ ഒരു സ്ത്രീയോടാണോ നിങ്ങളിങ്ങനെ മര്യാദയില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ഒരു തെറ്റും ചെയ്യാത്ത സ്ത്രീയെ പോലീസ് പിടിക്കേണ്ട കാര്യം എന്താ? തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ. ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള മോട്ടീവ് എന്താ? ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, എന്നെ വെറുതെ വിടണം. അങ്ങനെ അങ്ങ് പോവല്ലേ സാറേ. ഇതിനുത്തരം പറഞ്ഞിട്ട് പോ. മകളുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ കൊല്ലാനുണ്ടായ ചേതോ വികാരം എന്തായിരുന്നു? ചെയ്തു വികാരോ? നിങ്ങൾക്കൊക്കെ അമ്മമാരും പെങ്ങന്മാരും ഒന്നും ഇല്ലേ? ഇനി എന്റെ അമ്മയുടെ നേരെ ചോദ്യം ചോദിച്ചുകൊണ്ട് വന്ന എല്ലാത്തിനും ഞാൻ ശരിപ്പെടുത്തും. ഇങ്ങോട്ട് കളിക്കല്ലേ സാറേ, ഞങ്ങൾ മാധ്യമക്കാരാ. കളിച്ച എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്ന കുറെ ചാനലുകാര് മാറിക്കോട്ടും. ഉത്തരം പറഞ്ഞിട്ട് പോ. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് പറയൂ. നിങ്ങൾ എന്നെ പ്രൊട്ടക്ട് ചെയ്യാണോ? പോലീസ് സ്റ്റേഷനിലേക്ക് പോയാ അമ്മയെ കാണുന്നില്ലല്ലോ ശ്രീ. വരുന്നേ, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനല്ലേ പോയിരിക്കുന്ന. വരട്ടെ. അല്ല, എന്റെ അമ്മയും ഒട്ടും മോശമല്ലല്ലോ. നാവും അത്ര നല്ലതല്ല. ഇനി പോലീസുകാരോട് വല്ല തർക്കോ വഴക്കോ ഉണ്ടായി കാണൂ. എവിടെ പോയാലും നൈസായിട്ട് തിരികെ വരും. അതാ എന്റെ അമ്മായി അമ്മ. ഒരു അമ്മായി അമ്മയും മരുമോളും. ഇത് എത്ര കാലം മുമ്പോട്ട് പോകുന്ന ഓർത്ത് എനിക്ക് പേടിയാ. എന്തായമ്മേ പോലീസ് സ്റ്റേഷനില്? എന്താവനാ, ആ എസ് രാധമ്മ കുറെ നേരം വരട്ടി, എന്നിട്ട് സമ്മരിയാക്കി പറഞ്ഞു വിട്ടു. മേലാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു പോകരുതെന്ന് ഒരു താക്കീത് നൽകി. എന്നാ കുഴപ്പമില്ല. പിന്നെ കുഞ്ഞ് നഷ്ടപ്പെട്ടതല്ലേ, കോമ്പൻസേഷൻ വല്ലതും വാങ്ങിച്ചു തരണോന്ന് ആ എസ് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത്തരം പിച്ചക്കാശൊന്നും ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അത്തരം തരം താഴ്ന്നവരല്ല ഞങ്ങളെന്ന് അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അതെന്തായാലും നന്നായമ്മേ. കോമ്പൻസേഷൻ കിട്ടിയിട്ട് എന്തിനാ? പോയത് ഞങ്ങളുടെ കുഞ്ഞല്ലേ. നീ വിഷമിക്കാതെ മോനെ, പോയത് പോയി. എന്തായാലും എന്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. ഒരാപത്തും വരുത്താതെ എന്റെ മോളെ തിരിച്ചു തന്ന ദൈവത്തിന് ഒരുപാട് നന്ദി ദൈവമേ.
അമ്മേ രാധമ്മ ഇങ്ങനെ കരയില്ലേടി, നമുക്കതെല്ലാം സഹിച്ചല്ലേ പറ്റൂ. എന്റെ അമ്മ ആകെ തകർന്നു പോയി ഋതു. എനിക്ക് ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല. എന്താ ചെയ്യ ദൈവമേ. രാജു, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഒരു മാനസികാവസ്ഥയില് രാധമ്മ നമുക്ക് രാജുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോണ്ട. പിന്നെ നമുക്ക് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. 2 ദിവസം അവിടെ നിൽക്കട്ടെ. ഈ സിറ്റുവേഷൻ ഓവർകം ചെയ്തിട്ട് നമുക്ക് രാജുവിന്റെ വീട്ടിലേക്ക് പോവാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. അമ്മ വാ. ആ. വേണോട്ടാ, രാധമേ വാ, ഇവിടെ ഇരിക്കും. വിഷമിക്കാതെ രാധമേ. കഷ്ടകാലം വന്നാ അത് കടന്നു പോകുന്നവരെ നമ്മളത് അനുഭവിച്ചേ പറ്റൂ. ഇവിടെ പോലെ മക്കളെ ഇങ്ങനെ സ്നേഹിച്ച ഒരമ്മയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആ മക്കളിൽ ഒരാൾ തള്ളി പറഞ്ഞു. സഹിക്കാൻ പറ്റുമോ? മകളുടെ കുഞ്ഞിനെ മനഃപൂർവ്വം കൊന്നുവന്ന പരാതി. ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് ഇത് സഹിക്കാൻ പറ്റുമോ? ഈ കാര്യം കേൾക്കുന്ന ആർക്കും അറിയാം രാധമ്മയ്ക്ക് കയ്യപ്പത്തൊന്നും പറ്റില്ലെന്നും രാധമ്മ നിരപരാധിയാണെന്നും. ഇതിന്റെ പിന്നിലും കാണും ചില ശത്രുക്കൾ. ആ രുക്മിണി എന്ന കഥാപാത്രം തന്നെ ഫുൾ നെഗറ്റീവാ. പോട്ടെ രാധമേ, എല്ലാം മറക്കാൻ ശ്രമിക്കേ. ആ, വീട്ടിൽ പോയിരുന്ന വെറുതെ ഒറ്റയ്ക്കിരുന്ന് കരയും. അതാ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ കുറച്ച് ദിവസത്തേക്ക് ആ വീട്ടിലേക്ക് പോവണ്ട. നമുക്കെല്ലാവർക്കും കൂടെ ഇവിടെ കൂടാം. മനസ്സിന്റെ വിഷമമൊക്കെ കുറഞ്ഞിട്ട് വീട്ടിലേക്ക് പോയാ മതി. പിന്നെ എന്ന് വെച്ച ഇത് സത്രമല്ലേ? ഏത് വഴിപോക്കിനും വന്ന് നിരങ്ങാൻ. യാമിനി, രാധമ്മയ്ക്കും മേനോടിനും കൂടി ഒരു മുറി കാണിച്ചു കൊടുക്ക്. കുളിച്ച് ഫ്രഷായി കഴിയുമ്പോ തന്നെ പകുതി ആശ്വാസമോ. വാ രാധമേ. നിക്ക്, ഞാനൊരു മിനിസ്റ്ററാ. അല്ല, അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ രാജ്യം വിട്ടു പോണോ അതോ തൂങ്ങിച്ചാവണോ? രാജ്യം വിട്ട് പോവൊന്നും വേണ്ട. ഇങ്ങനെ നെഗറ്റീവ് ഇമേജ് ഉള്ളൊരു സ്ത്രീയെ ഒരു മന്ത്രി താമസിക്കുന്ന വീട്ടിൽ നിർത്താൻ പറ്റില്ല.